നമസ്കാരം. എല്ലാ ആനപ്രേമികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് കഴിഞ്ഞ ദിവസം തിരൂർ വെച്ച് നമ്മുടെ പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആന ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ ഒരാൾക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു സാഹചര്യം അവിടെ ഉണ്ടായത് എന്നുള്ളത് കൃത്യമായിട്ട് ആനക്കാർക്കും ആ കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ പാക്കത്ത് ശ്രീകുട്ടൻ ആനയുടെ ഒന്നാം ചട്ടക്കാരനായിട്ടുള്ള സുമേഷ് ചേട്ടൻ തന്നെ അത് പറയുന്നുണ്ട്. ഇതിനു മുൻപ് പൂരനായകൻ തിരുവമ്പാടി ചന്ദ്രശേഖരനെ വഴി നടത്തിയിട്ടുള്ള നല്ലൊരു ചട്ടക്കാരനാണ് സുമേഷ് ചേട്ടൻ. അപ്പോൾ അവിടെ നടന്ന കാര്യം എന്താണെന്നുള്ളത് സുമേഷ് ചേട്ടൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിപാടി കഴിഞ്ഞ് ആനയെ തലയെക്കെട്ട് അടിക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് പുറകിൽ ഒരാൾ ആനയുടെ വാലിൽ പിടിച്ച് ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളിനെ പോലീസുകാരനെ വിളിച്ച് അദ്ദേഹത്തെ ഏൽപ്പിച്ച് അങ്ങനെ അവർ മുന്നോട്ട് പരിപാടി എടുത്ത് വരുന്ന സമയത്ത് അവസാനം ഒരാൾ ഇപ്പോൾ ഈ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു ചേട്ടനാണെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ആനയുടെ മുന്നിലേക്ക് വന്നപ്പോൾ കൊമ്പിൽ തൊടാനായിട്ട് വന്നു. അപ്പോൾ സുമേഷ് ചേട്ടൻ മാറിപ്പോവാനായിട്ട് പറയുന്നുണ്ട്. അതും മാത്രമല്ല, ഒരു പ്രാവശ്യം തൊട്ടു, ആനയുടെ കൊമ്പിൽ തൊട്ടു. രണ്ടാം തവണയും തൊട്ടു. ഒരു പ്രാവശ്യമല്ല, രണ്ടാമത്തെ തവണയും ആനയുടെ കൊമ്പിൽ തൊട്ടു. അപ്പോൾ സുമേഷ് ചേട്ടൻ കൃത്യമായിട്ട് ആളോട് മാറിപ്പോവാനായിട്ട് പറയുന്നുണ്ട്. അത് ചെയ്യാതെ വന്നപ്പോൾ ആനയ്ക്ക് ഒന്നാമത് പുറമേക്കാർ ആനയുടെ കൊമ്പിൽ തൊടുന്നത് ആനയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ആൾ മാറിപ്പോവാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഒരു ആനക്കാരൻ ആനയുടെ തൊടരുത്, മാറിപ്പോവാൻ, അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാറി നിൽക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമ്മൾ അത് റെസ്പെക്റ്റ് ചെയ്ത് നമ്മളത് അംഗീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പൂരപ്പറമ്പിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ആനയെ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ച് നല്ല രീതിയിൽ ഭംഗിയാക്കി പരിപാടി അവസാനിപ്പിച്ച് പോകുക എന്നുള്ള അവർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളും സഹകരണങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ പറഞ്ഞാൽ കേൾക്കാതെ പോയി ആനയുടെ കൊമ്പിൽ തൊടാനായിട്ട് വീണ്ടും പോയപ്പോൾ ആന അങ്ങനെ മുന്നിലേക്ക് കയറി തുമ്പിക്കൈ കൊണ്ട് ശരിക്കും ആളിനെ മാറ്റി ഇതാക്കുന്നതായിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കാര്യമാണ് അവിടെ ഉണ്ടായത്. അതുമാത്രമല്ല, ആനയുടെ മുന്നിൽ ഒരുപാട് പേര് മദ്യപിച്ച് ഒരുപാട് പേര് പ്രശ്നം ഉണ്ടാക്കിയതായിട്ടും സുമേഷ് ചേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ള കാര്യമാണ് അവിടെ നടന്നതെന്നാണ് നമ്മുടെ പാക്കത്ത് ശ്രീകുട്ടൻ ആനയുടെ ഒന്നാം ചട്ടക്കാരനായിട്ടുള്ള നമ്മുടെ സുമേഷ് ചേട്ടൻ പറയേണ്ടത്. ഇതിപ്പോൾ ഒരു പൂരപ്പറമ്പിൽ മാത്രം നടക്കുന്ന കാര്യമല്ല, നമ്മൾ ചെല്ലാറുള്ള എല്ലാ പൂരപ്പറമ്പുകളിലും കാണാറുള്ളതാണ്. പൂരം ആയിക്കോട്ടെ, നേർച്ച ആയിക്കോട്ടെ, ഉത്സവമായിക്കോട്ടെ, എന്ത് ഉത്സവമായാലും ആനകൾ വരുന്ന എല്ലാ പരിപാടികളിലും കാണാറുള്ളതാണ്. മദ്യവെച്ച് ആനയുടെ തൊടാൻ പോവുക, ആനയുടെ കൊമ്പിൽ കയറി പിടിക്കുക, ആനയുടെ വാലി പിടിച്ച് വലിക്കുക, ആനയുടെ മേലേക്ക് കല്ലെടുത്തെറിയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ആനക്കാരെ എന്താ പറയുക, അമിതമായിട്ട് അവരുടെ അടുത്ത് ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് തല കുത്തിപ്പോക്കാനും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആനപ്രേമികൾ എന്ന് പറയണവരും ചെയ്യിപ്പിക്കാറുണ്ട്. ചില കമ്മിറ്റിക്കാരും അത് ചെയ്യാറുണ്ട്. പക്ഷേ ആ ഒരു രീതിക്കല്ല നമ്മൾ ആനപ്രേമികളാണെങ്കിലും ശരി, പൂരപ്രേമികളാണെങ്കിലും ശരി, ആ ഒരു രീതിക്കല്ല നമ്മൾ ആനയും ഉത്സവങ്ങളായിട്ടുള്ള സാമീപ്യം ഉണ്ടാക്കേണ്ടത്. നല്ല രീതിയിൽ ആനയെ കൊണ്ടുവരിക, എഴുന്നള്ളിപ്പ് ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് നല്ല രീതിയിൽ ആഘോഷങ്ങൾ നടത്തുക. ആനയ്ക്കും ഒരു കുഴപ്പമില്ല, ആനക്കാർക്കും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആഘോഷപരമായിട്ട് തന്നെ ആചാരങ്ങളെല്ലാം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. അല്ലാതെ ഇതുപോലെ മദ്യപിച്ച് ആനയുടെ മുന്നിൽ കയറി നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ടാവും. അല്ലാതെ വന്നു കഴിഞ്ഞാൽ ആന ആക്രമിക്കുന്നത് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള ആഘോഷങ്ങളായാലും ശരി, പൂരങ്ങളായാലും നേർച്ചകളായാലും എന്തായാലും ശരി, ആഘോഷങ്ങളെല്ലാം തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം ഒഴിവായിട്ട് കിട്ടും.